ഹായ് ഹലോ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്ത്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? പിന്നല്ലേ, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതിലെ കുഞ്ഞുനാൾ മുതലേ നമ്മൾ ഒരുമിച്ച് പഠിച്ചതൊക്കെയാണ്. അവളുടെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറയാം. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ചുറ്റുപാട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ഇതേപോലെ ക്യാരക്ടറുള്ള ആളുകൾ ഉണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവളുടെ ഒരു തോട്ട് എന്ന് പറഞ്ഞത് അവൾ ചെയ്തതൊന്നും ശരിയാവില്ല. അവളെ ഭാഗം എന്ന് പറഞ്ഞത് എപ്പോഴും എന്താണ്, തെറ്റായിട്ടാണ്. അവൾ എടുക്കുന്ന ഡിസിഷൻസ് അല്ലെങ്കിൽ അവൾ ചെയ്യുന്ന വർക്ക് ഒക്കെ തെറ്റാണ്. അവൾ സംസാരിക്കുന്നത് തെറ്റായിട്ടാണ് അവൾ കാണുന്നത്. നമ്മളാണ് ശരി എന്നുള്ള രീതിയിലാണ്. എന്തിനു പറയണം? ഇപ്പോൾ നമുക്കറിയാം അവളെ കൊണ്ട് പറ്റും, അവൾ അതിന് ക്യാപ്പബിൾ ആണ്, അല്ലെങ്കിൽ അവൾക്ക് അതിൽ കപ്പാസിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമായിരിക്കും നമ്മൾ അവളെ ഏൽപ്പിക്കുക. അപ്പോൾ അവൾ പറയാം, അയ്യോ എനിക്ക് പറ്റില്ല കേട്ടോ, ഞാൻ ചെയ്ത തീരെ ശരിയാവില്ല, ഞാൻ ഇതിനൊരിക്കലും എന്താണ് ആപ്റ്റായിട്ടുള്ള ആളല്ല എന്നുള്ള രീതിയിൽ. ഇപ്പം നമ്മൾ അവൾക്കൊരു പൊസിഷൻ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവൾക്ക് കഴിയും, നമുക്ക് 100% ഉറപ്പുള്ള കാര്യമായിരിക്കും നമ്മൾ അങ്ങോട്ട് കൊടുക്കുക. പക്ഷെ അവൾ പറയാം, എന്താ എനിക്കൊരിക്കലും കഴിയില്ല, ഞാൻ ചെയ്താൽ തീരെ ശരിയാവില്ല എന്നുള്ള രീതിയിലാണ് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചോ എന്നൊക്കെ പറയും. അതേപോലെ തന്നെ അവളുടെ ലൈഫിൽ എന്തെങ്കിലും ഡിസിഷൻസ്, അത്രയും പേഴ്സണൽ ആയിട്ടുള്ള ഡിസിഷൻസ് പോലെ ഇപ്പോൾ മാരേജ് ഫിക്സ് ചെയ്യുന്നതടക്കം ഞാൻ ചെയ്താൽ ശരിയാവില്ല, എൻ്റെ സെലക്ഷൻ ഒരിക്കലും നല്ലല്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് സെലക്ട് ചെയ്താ എന്നുള്ള ഒരു രീതിയിൽ ഇതേ ക്യാരക്ടറുള്ള ആളുകളെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഞാൻ ശരിയല്ല, നിങ്ങളാണ് ശരി, ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ എന്നുള്ള ആ ഒരു ഇതിൽ ജീവിച്ചു പോകുന്ന ആളുകളും നിങ്ങൾക്കറിയാലോ. നമ്മുടെ ലൈഫിൽ നമ്മുടെ ലൈഫിനെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സൈക്കോളജിയിൽ പറയുന്ന 4 ലൈഫ് പൊസിഷൻ ആണുള്ളത്. അതിൽ ഒന്നാമത്താണ് എന്ത്, ഐ ആം നോട്ട് ഓക്കെ, ഞാൻ ഓക്കെ അല്ല, യു ആർ ഓക്കെ, നിങ്ങളാണ് ശരി. പിന്നെ ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ഞാനും ശരിയല്ല, നിങ്ങളും ശരിയല്ല. പിന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അത് വേറൊരു സ്റ്റേജാണ്, അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ചർച്ച ചെയ്യാം. ലാസ്റ്റത്താണ് എന്ത്, ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, ഞാനും ശരിയാണ്, നിങ്ങളും ശരിയാണ്. അപ്പൊ ഇവളുടെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞത്, ലൈഫ് പൊസിഷൻ എന്ന് പറഞ്ഞത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞതാണ്, ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ, ഞാൻ ഒരിക്കലും ശരിയല്ല, നിങ്ങൾ എന്താണ് ശരിയാണെന്നുള്ളത്. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. നമ്മൾ പറയല്ല എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊക്കെ രീതിയിൽ നമ്മൾ അവളെങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന്, മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങിയാലും എന്താ അതിൻ്റെ റീസൺ അറിയില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഭാവിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് ചെയ്തു, പഠിക്കാൻ തുടങ്ങിയില്ലേ, സൈക്കോളജി അല്ലെങ്കിൽ ഇങ്ങനത്തെ വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവളോട് നമ്മൾ അതിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് ഇതിൻ്റെ പിന്നിലുള്ള റീസൺ മനസ്സിലായത്. ഇതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള കാര്യമായിരുന്നു. ഇവള് ചെറുതിലെ മുതൽ ഇവൾക്ക് കുറേ സിബ്ലിങ്സ് ഉണ്ട് കേട്ടോ, അതായത് ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെ ആണ്. അപ്പോൾ അവള് ചെറുതാണ്. പിന്നെ കുറച്ചൊരു എന്താണ്, ആളൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ് ജന്മന. ചെറുതിലെ മുതൽ എന്താണ്, കുറച്ച് ഇൻട്രോവേർട്ടാണ്. കാരണം ഇവളുടെ സിബ്ലിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഇവളെക്കാളും നല്ല ഏജ്ഡ് ആണ്. ഇവൾ കുറേ ലേറ്റ് ആയിട്ടുണ്ടായ കുട്ടിയാണ്. അപ്പോൾ ഇവൾക്ക് കളിക്കാനോ അല്ലെങ്കിൽ ഇവൾക്ക് ഒന്ന് മിങ്കിൾ ചെയ്യാനോ ആളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു ഒതുങ്ങിയ കുട്ടിയ ടൈപ്പിലായി. എൻ്റെ പാരൻസ് ആണെങ്കിൽ കുറച്ച് ഏജ്ഡും ആയി. അപ്പോൾ ഇവൾക്ക് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ഇവളായിട്ടൊന്ന് കളിക്കാനൊന്നും ആരില്ലായിരുന്നു. പിന്നെ ഇവരായിട്ട് കളിക്കുമ്പോൾ ഇവരെപ്പോഴും ഇവളെന്താ കാണാം, ഭയങ്കര കുഞ്ഞായിട്ട്, ഇവൾക്കൊന്നും അറിയില്ല, ഇവള് ചെയ്തത് ശരിയല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവൾ എന്ത് കാര്യം വീട്ടിൽ പറയുമ്പോൾ, ഇപ്പോൾ വീട്ടിലെല്ലാവരും കുടിക്കുന്ന സംസാരിക്കുന്ന സമയത്ത് ഇവൾ എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ കളിക്കാനൊക്കെ പറയുമ്പോൾ, അതിൽ പൊട്ടത്തി എന്നെ കൊണ്ടൊന്നും പറ്റില്ല, അങ്ങനത്തെ ഒക്കെ കുറേ ഡയലോഗ്സ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ മക്കളുടെ ഇടയിലൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന, ഇതെന്തൊരു പൊട്ടത്തിയാണ്, കാക്കാരൊക്കെ പറയുന്ന ഡയലോഗാണ്, ഇതെന്തൊരു പൊട്ടത്തിയാ. അല്ലെങ്കിൽ പാരൻസ് എന്നൊക്കെ പറയും, എന്തു പറയും, എന്നെക്കൊണ്ടൊന്നും പറ്റണല്ല, ഈ പോയി വേറെ പണി നോക്ക് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും. ഇവള് ചെറുതിലേ കേൾക്കുന്നത് എന്താണ്, എന്നെക്കൊണ്ട് പറ്റില്ല, ഈ ശരിയല്ല. സിബ്ലിങ്സിൻ്റെ അടുത്ത് നിന്നായിക്കോട്ടെ അവളുടെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് കേൾക്കുന്നത് എന്തായിരുന്നു, എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്കറിയില്ല, ഈ പൊട്ടത്തിയാണ്, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിയില്ല, ഈ പറഞ്ഞതൊന്നും ശരിയല്ല, ഈ ചെറുതാണ്. ഈ സാധനം കേട്ട് വളർന്ന ഇവൾക്ക് എന്തായി, ഇവളുടെ മനസ്സിലെന്തായി, ആ കാര്യം ഫിക്സായി, ഞാൻ ശരിയല്ല, ഞാൻ ചെയ്യുന്നതൊന്നും ശരിയല്ല, ഐ ആം നോട്ട് ഓക്കെ എന്നുള്ളത് എന്തായി ഇവളുടെ മനസ്സിൽ ഫിക്സായി. അവരാണ് ശരി എന്നുള്ളത്. കാരണം അവർ ഭയങ്കര ഒരു വലിയൊരു സംഘമുണ്ട്, അവരെല്ലാവരും എന്ത് ചെയ്യും, ഇവള് പറയുന്ന കാര്യങ്ങൾ എന്താണ് തെറ്റാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ഇവളവർ ഒരു നിസാരമാക്കി കണ്ടുകൊണ്ടാണ് ഇവൾ വളർന്നു വന്നത്. ആ ജീവിത സാഹചര്യം എന്ത് ചെയ്തു, ഇവളുടെ ലൈഫിൽ ഇവളെന്താ അഡോപ്റ്റ് ചെയ്തു, അവളത് അക്സെപ്റ്റ് ചെയ്തു, ഞാൻ ശരിയല്ല, നിങ്ങളാണ് ശരി എന്നുള്ളത്. ഇപ്പം നമുക്കറിയാലേ, സൈക്കോളജി പഠിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം, നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടറാണ്. ഒന്ന് ഹെറിഡിറ്ററി, അതായത് പാരമ്പര്യം, 2 എൻവയോൺമെന്റ്, അതായത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് എന്ന് പറയുന്നത്. ഇവള് ജീവിക്കുന്ന ചുറ്റുപാട് അവളെ പറഞ്ഞു പഠിപ്പിച്ചത് എന്താണ്, നീ ശരിയല്ല, യു ആർ നോട്ട് ഓക്കെ എന്നാണ് ഇവളെ പറഞ്ഞു പഠിപ്പിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവളെ ലൈഫിൽ ഇവള് ഓക്കെ അല്ല എന്ന് അവൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലല്ലേ നമുക്ക് അത്ഭുതപ്പെടേണ്ടതുള്ളൂ. കാരണം ഇത് കേട്ട് വളർന്ന ഒരു കുട്ടി ഒരിക്കലും ശരിയല്ല, എന്നെക്കൊണ്ട് പറ്റൂല, എന്നെക്കൊണ്ട് കഴിയൂല എന്ന് കേട്ട് വളർന്ന കുട്ടി ഞാൻ ശരിയാണെന്ന് ആക്കണമെങ്കിൽ അത്രയും കാലിബറുള്ള കുട്ടിയായിരിക്കണം, അത്രയും എന്താണ് സെൽഫ് കോൺഫിഡൻസ് ഉള്ള അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം ഉള്ള കുട്ടികളായിരിക്കണം. നേരെ തിരിച്ച് ഒരു സാധു കുട്ടിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവരത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലേ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത്ഭുതപ്പെടേണ്ടതുള്ളൂ. അപ്പം നമ്മളൊരു കാര്യം ആലോചിക്കുക, നമ്മളെ സിബ്ലിങ്സിനോടോ
നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോട് സമൂഹത്തിൽ ഇപ്പം നമ്മൾ ഭാവിയിൽ ടീച്ചേഴ്സൊക്കെ ആവുന്നവരുണ്ടാവും. ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുട്ടീനെ വളർത്തിയെടുക്കുന്ന ഒരു എഞ്ചിനീയർ ആണല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഒരു കുട്ടീനെ എന്ത് ചെയ്യരുത്, നിങ്ങൾ ശരിയല്ല അല്ലെങ്കിൽ നിന്നെ കൊണ്ട് കഴിയില്ല, നിനക്ക് പറ്റാത്തൊരു കാര്യമാണെന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. കാരണം നമ്മൾ ആ ഒരൊറ്റ നിമിഷത്തെ വെച്ചിട്ടായിരിക്കും ആ കുട്ടീനെ എന്ത് ചെയ്യുക, വാല്യൂ ചെയ്യുക. ചെറിയൊരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ചെറിയൊരു സിറ്റുവേഷൻ തെറ്റുപറ്റാത്തവരായിട്ട് ആരാളെ അല്ലേ. ഇത്രയും പറയുന്നത് നമുക്കിന് എത്രയൊക്കെ തെറ്റുപറ്റില്ല, എത്രയും ക്വാളിഫൈഡ് ഉള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തെറ്റുപറ്റുന്നില്ല. അപ്പൊ മക്കൾക്ക് എന്ത് ചെയ്യും, ചില സമയത്ത് തെറ്റ് പറ്റുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ അവരെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് എന്ത് നിങ്ങൾ ശരിയല്ല എന്നുള്ള രീതിയിലുള്ള കാര്യം അവരെ മനസ്സിലേക്ക് ഒരിക്കലും ഇഞ്ചക്ട് ചെയ്യരുത്. കാരണം ഭാവിയിൽ ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറുമല്ലോ. നമ്മൾ ശ്രദ്ധിക്കാതൊക്കെ പറയുന്ന ഓരോ വാക്കുകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ മക്കളെ എന്ത് ചെയ്യുന്നത്, തളർത്തുന്നത്. അത് കേട്ടിട്ടില്ലേ, നമ്മളെ ബന്ധങ്ങളെ തളർത്താനും എന്തിനു കഴിയും, നമ്മുടെ വാക്കുകൾക്ക് കഴിയും എന്നാണ് പറയുന്നത് അല്ലേ. ഓരോ ബന്ധത്തിന്റെയും ഊഷ്മളത എന്ന് പറഞ്ഞത് നമ്മുടെ വാക്കുകളോണ്ടാണ് അല്ലേ. ഒരു ബന്ധത്തിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വാക്കുകളോണ്ട് വളർത്താം, അതേപോലെ തളർത്താൻ ഈ വാക്കുകൾ തന്നെ മതിട്ടോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാതെ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു ബുദ്ധിയോട് കൂടി ചിന്തിക്കാതെ പറയുന്ന ഓരോ വാക്കുകൾ ചെന്ന് പതിക്കെ നമ്മുടെ മക്കളുടെയൊക്കെ ഹൃദയത്തിലേക്കാണ്. ചിലപ്പോൾ അവർ നമ്മോട് ക്ഷമിച്ചേക്കാം, പക്ഷെ അത് അവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. പിന്നെ അതേപോലെ തന്നെ അവരുടെ ലൈഫിൽ ഇത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, ഉച്ചരിക്കുക. പിന്നെ നമ്മളിങ്ങനെ ഐ ആം ഓക്കെ യു ആർ ഓക്കെ ആ രീതിയിൽ എന്ത് ചെയ്യുക, മക്കളെ വളർത്തിയെടുക്കുക. പോസിറ്റീവായിട്ട് എന്ത് ചെയ്യുക, മക്കളോട് സംസാരിക്കുക. അങ്ങനെ നല്ല മക്കളെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ കാരണം ഒരു കുഞ്ഞിൻ്റെ ഭാവി എന്ത് ചെയ്യരുത്, നമ്മളെ മക്കളായിക്കോട്ടെ, നമ്മൾ പഠിപ്പിക്കുന്ന മക്കളായിക്കോട്ടെ, നമ്മുടെ ചുറ്റുപാടുള്ള മക്കളായിക്കോട്ടെ, നമ്മുടെ ഒരു വാക്ക് കൊണ്ട് അവരുടെ ലൈഫ് എന്ത് ചെയ്യരുത്, സ്പോയിൽ ചെയ്യരുത്. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, കറൻ്റ്ലി ഉള്ള സിറ്റുവേഷൻ നമുക്കറിയാലേ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആത്മഹത്യ ചെയ്യുന്ന മക്കളാണല്ലേ. ഇപ്പം നമ്മൾ കുറേ ന്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ട്, നിസാര കാര്യങ്ങൾക്ക് സൂസൈഡ് ചെയ്തിട്ടുള്ള ഒരുപാട് കുട്ടികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പം നമ്മൾ പറയുന്ന ഈ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ നമ്മളിപ്പോൾ അന്ന് ആലോചിച്ച് പറയായിരിക്കില്ല, ആ സിറ്റുവേഷൻ ആപ്റ്റായിട്ട് നമ്മൾക്ക് പെട്ടെന്ന് തോന്നുന്നത് പറയായിരിക്കും. ഇതവരുടെ മനസ്സിലിരുന്ന് വളർന്ന് എന്താവും, വലിയ വലിയ അസുഖങ്ങളായി മാറിയിട്ട് നമ്മൾ കാരണം ഒരു കുട്ടീൻ്റെ ജീവിതം പോവാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്നതിന് വല്ല അർത്ഥമുണ്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഓരോ വാക്കുകളും സൂക്ഷിച്ച് പ്രയോഗിക്കുക. കാരണം എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. സോ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.